ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനോട് കൃത്യമായി സമഗ്രമായ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ജഡ്ജിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതേറെ സ്വാഗതാർഹമാണ്. ഇവിടെ വളരെ പ്രകടമാണ് നമുക്ക് പരാതി ഉന്നയിച്ചയാളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഡനം കണ്ടെടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ നിന്ന് ആദ്യമായി വെളിയിൽ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സമഗ്രമായൊരു അന്വേഷണം അത്തരത്തിൽ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ്. ആ വിഷയത്തെ സംബന്ധിച്ചോളം ഒരു ചാനലിൽ വാർത്ത വന്നപ്പോഴാണ് വാസുദേവൻ പോറ്റിയുടെ കയ്യിലിരുന്ന ഈ പീഠം തിരിച്ച് വീണ്ടും ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കുന്നതും ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം എത്തിക്കുന്ന സാഹചര്യം എല്ലാം സംജാതമായെന്ന് ഇതിനോടകം തന്നെ വിജിലൻസിൻ്റെ വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ആസൂത്രിതമായ നീക്കം. ആഗോള അയ്യപ്പ സംഘം നടക്കാൻ കേവലം 5 ദിവസം ബാക്കി നിൽക്കുകയാണ് ആദ്യമായി ഒരു വാർത്ത ഇങ്ങനെ പുറത്ത് ഒരു ചാനലിൽ കൂടി വന്നത്. അത് കണ്ടപ്പോൾ തന്നെയാണ് അതിൽ സൂക്ഷിച്ചിരുന്ന വാസുദേവൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പേടിയുണ്ടായി. ഇത് തൻ്റെ കയ്യിൽ നിന്ന് മാറ്റണമെന്ന ബോധത്തിലേക്ക് എത്തി. അത് സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം വിജിലൻസ് കൃത്യമായി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി ഇത് അന്വേഷിക്കുമ്പോൾ 40 ദിവസക്കാലത്തോളം ഇത് വെളിയിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൃത്യമായി സ്വർണ്ണം പൂശാന രൂപത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതും അതിൻ്റെ പിന്നിൽ പതിയിരുന്ന ആസൂത്രിതമായ ദുരുദ്ദേശത്തോടുകൂടി നീക്കവും ഇതെല്ലാം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢനീക്കങ്ങളുമെല്ലാം വെളിയിൽ വരാൻ ഏറെ സഹായകരമാണ് ഈ അന്വേഷണം. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിട്ട ആ ഉത്തരവ് ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ വിജിലൻസാണ്, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെയാണ് അത് അന്വേഷിക്കുക. അത് കൃത്യമായി കാര്യങ്ങളെല്ലാം വെളിയിൽ വരും. അത് ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം ഇത് ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ എല്ലാ ഉള്ളടക്കങ്ങളും വെളിയിൽ വരട്ടെ. അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് ഈ നിലപാട്. അത് കൃത്യമായി കോടതി അറിയിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പല ശബരിമലയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഇപ്പോൾ കുറച്ച് പല ചിത്രങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ ആംബുലൻസ് കുറച്ച് സമയത്തോട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ശബരിമല ഒരു സാന്നിധ്യമായിരുന്നു. അതെ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെയല്ല പണം, മറിച്ച് മറ്റു പലരിൽ നിന്ന് സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായി നടത്തുകയാണ് വിജിലൻസ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എല്ലാം വെളിയിൽ വരണം. എല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിലുള്ള ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെളിയിൽ ഓരോ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. റിപ്പോർട്ട് വെളിയിൽ വന്നു കഴിയുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ വളരെ സഹായകരമാണ്. ആ തീരുമാനത്തെ പൊതുവിൽ സ്വാഗതം ചെയ്യും. ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ വീഴ്ചയില്ല. കാരണം ഇതൊക്കെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഇത് ഓരോന്നും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ. പക്ഷെ അവരെന്തുകൊണ്ട് ഇത് ചെയ്യാതിരുന്നു? അല്ലെ, അതിൽ ആ കാര്യത്തെ സംബന്ധിച്ചും പരിശോധിക്കേണ്ട എല്ലാം പരിശോധിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം പ്രോപ്പറാണ്. അതുപോലെ പരിശോധിച്ച് കോടതി ബോധ്യപ്പെടുകയും ചെയ്യും. അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരാണ് ഇത് കൊടുത്തയക്കുന്നതും അതിന് സാധാരണ ഇപ്പോഴത്തെ ബോർഡ് കൊടുത്തതെല്ലാം വളരെ ക്രമപ്രകാരമാണെന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് ഇപ്പോഴത്തെ ബോർഡ് ഇത് കൊടുത്തു വയ്ക്കുന്ന സന്ദർഭത്തിൽ വീഡിയോ പൂർണ്ണമായി അവർ ചിത്രീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മേൽശാന്തി, തന്ത്രികൾ, അവിടുത്തെ വിജിലൻസ് ഓഫീസർ, പോലീസ് ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ, ബോർഡംഗങ്ങൾ ഇവരെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അളന്ന് തൂക്കം ചിട്ടപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ ചെയ്തത്. അതെല്ലാം കൃത്യമായിരുന്നു. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ബോർഡ് എടുത്ത തീരുമാനങ്ങളെല്ലാം മുമ്പത്തെയും പരിശോധിക്കുമ്പോൾ കൃത്യമാണെന്നുള്ള കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഉദ്യോഗസ്ഥന്മാർ ഇത് കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും പിഴവുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ ആ കാര്യവും കൃത്യമായി വിജിലൻസ് അന്വേഷിച്ച് അതും പുറത്തു വരും, വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ശബരിമലയിൽ ചില മാനുവൽ ദാസമസ്വനടക്കം പറയുന്നത് ചില മാനുവൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതിനനുസരിച്ചാണ് പുറത്തുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പുറത്തേക്ക് കൊണ്ടുപോയതൊരു മാനുവൽ വിരുദ്ധമായി തന്നെ അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധിക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാര്യത്തിലൊന്നും തർക്കമില്ല. കോടതി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. അതുകൊണ്ടല്ലേ സമഗ്ര അന്വേഷണം വേണം. ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ തന്നെ
വിജിലൻസ് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെയാണ്. അതെല്ലാം ആരെങ്കിലും ഇതിനകത്ത് വേറെ ഉദ്യോഗസ്ഥന്മാർ ഭാഗവാക്കായിട്ടുണ്ടോ, ഏതെങ്കിലും ഇതിനകത്ത് പരസ്പര ബന്ധമുണ്ടോ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം വെളിയിൽ വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം നടത്തി അത് വെളിയിൽ വരട്ടെ.